അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബി വനിതകളോട് ചോദിച്ചു, സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണണോ? സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ കാണണോ എന്ന് സഹാബി വനിതകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ അവിടുന്ന് സഹാബി വനിതകൾ പറഞ്ഞു, അതെ, കാണണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പോകുന്ന വിറക് കെട്ടുകാരന്റെ പെണ്ണുണ്ടല്ലോ, ആ പോകുന്ന വിറക് കെട്ടുകാരന്റെ പെണ്ണ് സ്വർഗ്ഗത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബി വനിതകൾ വേഗം ആ പെണ്ണിന്റെ ചാരത്തേക്ക് പോവുകയാണ്. ആ പെണ്ണിന്റെ ചാരത്തേക്ക് പോയിട്ട് ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അതിനും മാത്രം എന്ത് പ്രത്യേകതയുള്ള അമലാണ് ചെയ്തത്? നിങ്ങൾ എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറയുകയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തോ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോ ആ വിറക് കെട്ടുകാരന്റെ പെണ്ണ് പറയുകയാണോ, എന്റെ ഭർത്താവ് ഒരു വിറക് കെട്ടുകാരനാണ്, എന്റെ ഭർത്താവ് ഒരു വിറക് കെട്ടുകാരനാണ്. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കും, ഈ വീട്ടിലേക്ക് വൈകുന്നേരം വരുമ്പോൾ ഹറാമായ ഒരു പണമോ ഹറാമായ ഒരു ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോ അവിടുന്ന് വിറക് കെട്ടുകാരന്റെ പെണ്ണ് പറയുകയാണ്, എന്റെ ഭർത്താവ് രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് ഞാൻ ആ ഭർത്താവിനോട് ഓർമ്മപ്പെടുത്തി കൊടുക്കും, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹറാമായ പണമോ ഹറാമായ ഭക്ഷണമോ നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തി കൊടുക്കും. ആ കാരണത്താലാണ് ആ പെണ്ണിന് അല്ലാഹു സ്വർഗം നൽകിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം